ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്ക് ഇരുമ്പി ചീനിച്ചട്ടിക്കകത്ത് നമുക്ക് വിറകടുപ്പിലൊരു ചിക്കൻ കറി വെച്ചാലോ. നല്ല തകർപ്പം മഴ. അന്നേരം ഞാൻ കുറച്ച് ഇത് എല്ലാം അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാണൊക്കെയാണ് ഞാൻ ഓർത്തത് ഒരു വീഡിയോ എടുത്താവല്ലോ എന്ന് വിചാരിച്ച്. അന്നേരം കുറച്ച് സവാളയും കുറച്ച് കൊച്ചുള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങാക്കൊത്ത് ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അന്നേരം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റാം. എണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇരുമ്പ് ചീനി ചട്ടിക്കകത്ത് വെക്കുമ്പോൾ സാധാരണ മൺചട്ടിയെക്കാട്ടിലും പെട്ടെന്ന് ഇരുമ്പല്ലി നന്നായിട്ട് പഴുക്കും. അത് പെട്ടെന്ന് കറിയാകും. ഇത് കുറച്ച് മസാല ഉണ്ടല്ലോ, ഗരം മസാല, ചുക്കും ജീരകവും ഇല്ല കേട്ടോ. ഗരം മസാലയും പട്ടയും ഗ്രാമ്പൂ ഏലക്ക അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് വറുത്തിട്ട് അത് നന്നായിട്ട് വറുത്ത് കഴിയുമ്പം മുളകും മല്ലി കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ നന്നായിട്ട് ഒന്ന് മൂപ്പിക്കുമല്ലോ, നല്ല ഫ്രൈ ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലൊക്കെ അരച്ചെടുത്ത് കേട്ടോ. അന്നേരം ആ ഉള്ളി ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റ്. വിറകടുപ്പിൽ പ്രത്യേകിച്ച് വെക്കുമ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് സാധാരണ കടയിൽ നിന്ന് മേടിച്ച്, അല്ലാതെ പൊടികളല്ലല്ലോ, സാധാരണ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഇതാ കേട്ടോ. അപ്പം പ്രത്യേക ടേസ്റ്റ്. ഇരുമ്പ് ചീനി ചുറ്റിയപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്ന പോലെ നമ്മുടെ കയ്യിലോട്ടൊക്കെ തിളച്ച് ആ കറിയുടെ ഇത് തെറിച്ച് നമ്മുടെ അടുത്ത് കയ്യിലിട്ട് അതേപോലെ കാണും. മൺചട്ടിയെക്കാട്ടിൽ നല്ലതാണ് ഇരുമ്പ് ചീനിച്ചട്ടി കേട്ടോ. അന്നേരം സൂക്ഷിക്കണം. അപ്പം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ചിക്കൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വിനാഗിരിയുടെ ഒഴിച്ച് വെച്ചാൽ അപ്പോൾ ആ ചിക്കൻ്റെയൊക്കെ ബ്ലഡൊക്കെ പെട്ടെന്ന് അങ്ങ് മാറി ഒരു വല്ലാത്തൊരു ടേസ്റ്റ്, നല്ല ടേസ്റ്റ് വരും. അന്നേരം ചിക്കൻ കഷ്ണങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് എന്നാ ടേസ്റ്റ്, നന്നായിട്ട് മസാലയൊക്കെ അങ്ങോട്ട് പിടിച്ച് നല്ല പുളിക്കാച്ചി ചിക്കൻ കറിയായിരുന്നു. എല്ലാവരും ഇങ്ങനെയൊക്കെ ആയിരിക്കും വെക്കുന്നത്, എന്നാലും ഞാൻ എൻ്റെ ഒരു സ്റ്റൈല്, എല്ലാം ഓരോ നാട്ടിൽ ഓരോ വ്യത്യസ്തത കാണുമല്ലോ. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാന്ന് വെച്ചാൽ നല്ല പുളിക്കാച്ചി ടേസ്റ്റ്. ഞാൻ കുറച്ച് വയണയിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അന്നേരം ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അതും കൂടെ ഇട്ട് നമുക്ക് ഒരു വാഴയില വെട്ടി അതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കുക. എന്നാ ടേസ്റ്റ് എന്നറിയോ. പണ്ടൊക്കെ കാലത്തൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു ചിക്കൻ കറിയൊക്കെ വെക്കുന്നത്. അന്നേരം പതുക്കെ അവിടെ നിന്ന് വേവട്ടെ, നല്ല ചൂട് അവിടെ ഇരിക്കട്ടെ. അന്നേരം കുറച്ചൊരു അരമണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്ക് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, മഴയും കുറഞ്ഞു വന്നിരിക്കുന്നു. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് കടുക് വറുത്തിടാം. വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കേട്ടോ. അന്നേരം പ്രത്യേക ഒരു കളറും കൂടെ വന്ന് നിൽക്കും. ഇത് ഒരുപാട് കാശ്മീരി മുളക് പൊടിയാണ്. അന്നേരം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.